Hi friends, welcome to Garam Masala, the magic spices of cooking. ബൺ നിറച്ചത്. ഇന്ന് നമുക്ക് സ്നാക്കായും സ്റ്റാർട്ടറായും എല്ലാം സെർവ് ചെയ്യാവുന്ന ബൺ നിറച്ചത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് മലബാർ സ്പെഷ്യൽ ഇഫ്താർ ഡിഷായ ബ്രെഡ് നിറച്ചതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷനാണ്. ഇതിനു വേണ്ട ചേരുവകൾ: ബൺ 6 മുട്ട 3 ബോയിൽ ചെയ്ത് 2 പീസായി മുറിച്ചെടുത്തത്, മുട്ട 1 ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടത്. ഫോർ ഫില്ലിംഗ്: മിൻസ്ഡ് ചിക്കൻ 100 ഗ്രാം, സവാള 1 കപ്പ്, ക്രഷ് ചെയ്ത് ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 ചോപ്പ് ചെയ്തെടുത്തത്, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 പിഞ്ച്, മല്ലിയില 1 ടേബിൾ സ്പൂൺ, ഉപ്പ്, എണ്ണ 2 ടേബിൾ സ്പൂൺ, നെയ്യ് 2 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ. ആദ്യം നമുക്ക് മിക്സ് ചെയ്ത ചിക്കനെ മാരിനേറ്റ് ചെയ്യാം. ചിക്കനിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചൂടായ എണ്ണയിലോട്ട് ഈ ചിക്കൻ ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 6 മുതൽ 7 മിനിറ്റ് വരെ നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് ഇവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണിൻ്റെ അടിഭാഗം റൗണ്ടായോ സ്ക്വയറായോ മുറിച്ചെടുക്കാം. ഞാനിവിടെ സ്ക്വയർ ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. നമുക്ക് ഈ പോർഷനെ ബണ്ണിൽ നിന്ന് മാറ്റാം. ഈ ഭാഗത്താണ് നമുക്ക് ഫില്ലിംഗ് വെക്കേണ്ടത്. ഇതുപോലെ നമുക്ക് എല്ലാ ബണ്ണും മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു ബൺ എടുക്കാം. ഇതിൻ്റെ അകംഭാഗം സ്റ്റഫിംഗ് വെക്കാനുള്ള സ്പേസ് ഇതുപോലെ ഉണ്ടാക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബണ്ണും തയ്യാറാക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ ബണ്ണിനെയെല്ലാം സ്റ്റഫ് ചെയ്തെടുക്കാം. ഒരു ബണ്ണെടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല വയ്ക്കാം. ഇനി നമുക്ക് ഒരു പീസ് മുട്ട കൂടെ വയ്ക്കാം. സെയിം ബണ്ണിൻ്റെ പീസ് കൊണ്ട് തന്നെ നമുക്കിതിനെ കവർ ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഒരു ബൺ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ബണ്ണും സ്റ്റഫ് ചെയ്തെടുക്കണം. നമുക്ക് ഒരു ബണ്ണ് കൂടെ സ്റ്റഫ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബണ്ണും സ്റ്റഫ് ചെയ്തെടുക്കണം. നമ്മുടെ എല്ലാ ബണ്ണും സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ട, ഒരു നുള്ളു ഉപ്പ് ഇവ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചൂടായ പാനിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള ബണ്ണിനെ മുട്ട ഉപയോഗിച്ച് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അടിഭാഗം നന്നായി മുട്ട കൊണ്ട് കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിനെ നെയ്യ് ഒഴിച്ച് പാനിലോട്ട് വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം.
ആവശ്യമെങ്കിൽ ഒരല്പം കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബൻ എല്ലാം തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ബന്നു കൂടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ബൺ നിറച്ചത് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ കൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.